എൻ്റെ അടുക്കളത്തോട്ടത്തിലെ തക്കാളിയാണ് കേട്ടോ. തക്കാളി ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് ചെറിയൊരു സ്ഥലത്താണ് ഞാൻ തക്കാളി, വെണ്ടയ്ക്ക, ക്യാപ്സിക്കം അങ്ങനെയുള്ളതൊക്കെ നട്ടിരിക്കുന്നത്. ഇത് നാട്ടിലല്ല കേട്ടോ, ഖത്തറിലാണ്. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ തണുപ്പ് സീസണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ചൂടാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. രാവിലെ വൈകിട്ട് നനച്ചു കൊടുക്കും. നമുക്കിവിടെ നിന്നൊരു മണ്ണ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ എനിക്ക് തോന്നുന്നു ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ മണ്ണുകൂടി മിക്സ് ചെയ്ത ആ ഒരു കൂട്ടാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഇത് ക്യാബേജാണ്, വയലറ്റ് കളർ ക്യാബേജ്. ഇത് സാധാരണ ക്യാബേജ്, ആ ഗ്രീൻ കളറിലുള്ള ക്യാബേജിൻ്റെ ചെടിയാണ്. അതുണ്ടായി വരുന്നുണ്ട്. ഇത് മല്ലിയില, പിന്നെ പാലക് ചീരയുണ്ടല്ലോ, അതാണ് ഇത്. ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാൻ കിട്ടി, അത് നട്ടിട്ടാണ് ഉണ്ടായത്. മല്ലിയില നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നുണ്ട് മല്ലിയില. പാലക് ചീര, അതായത് സ്പിനാച്ച് എന്നും പറയും ഇംഗ്ലീഷിൽ പാലക് ചീരയെ. പല റെസിപ്പീസിലും ഇത് ചേർക്കാറുണ്ട്. തോരൻ വയ്ക്കാം, പാലക് ദോശ, പല റെസിപ്പീസും ഉണ്ടാക്കാം കേട്ടോ പാലക് ചീര കൊണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ. പാലക് കൊണ്ട് പാലക് ചിക്കൻ, പാലക് പനീർ, പിന്നെ പൊട്ടറ്റോ പാലക്, ആലു പാലക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. പൂരി ഉണ്ടാക്കാം പാലക് കൊണ്ട്. ഇനി ഇത് മിൻറ്റ് ലീവ്സാണ് കേട്ടോ, പുതിനയില. പുതിനയില ഞാനൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ട്, താഴെയും നട്ടിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ കമ്പാണ് കുഴിച്ചിടുന്നത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയിലയുടെ കമ്പോടുകൂടി അങ്ങ് കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ അത് പൊടിച്ച് വന്നോളും. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമില്ലാതെ. നമുക്ക് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു പുതിനയുടെ ഇലയൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ്. ബിരിയാണിയിൽ ആഡ് ചെയ്യാം, ചിക്കൻ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കറിത്തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് യൂസ് ചെയ്യുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്. പിന്നെ ഇത് കറിവേപ്പിൻ്റെ തൈയാണ്. കറിവേപ്പ് അങ്ങ് ഭംഗിയായിട്ട് വളരുന്നില്ല കേട്ടോ. അതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി ഇത് നമ്മുടെ പയർ ചെടിയാണ് കേട്ടോ. പയറിൻ്റെ വിത്ത് നാട്ടിൽ നിന്ന് കിട്ടിയത് നട്ട് നോക്കിയതാണ്. പയറുണ്ടായി വന്നിട്ടില്ല, ഇങ്ങനെ നന്നായി നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. പയറുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇലയെങ്കിലും തോരൻ വയ്ക്കാൻ എടുക്കാമല്ലോ. ഇനി ഇത് ക്യാപ്സിക്കമാണ്, ബെൽ പെപ്പർ എന്നൊക്കെ പറയില്ലേ, ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല, ഉണ്ടാവുന്നുണ്ട് ക്യാപ്സിക്കം. പിന്നെ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട്, എപ്പോഴും തന്നെ നല്ല കാറ്റാണ്, അതുകൊണ്ട് എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കണം. കോല് കുത്തി സപ്പോർട്ട് കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ മറിഞ്ഞു പോവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലും നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുന്ന സൗണ്ട് കേട്ടോ. മിക്കപ്പോഴും നല്ല കാറ്റായിരിക്കും. ഇത് വെണ്ടയാണ്. വെണ്ടയിൽ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് കുരു നട്ടതാണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കുരു വാങ്ങിയിട്ട് നട്ടതാണ്. ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ഇതുപോലെ ഉണ്ടായി വരുന്നുള്ളൂ. ഇത് വഴുതനയാണ്, അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇത് തൈ വാങ്ങിച്ച് നട്ടതാട്ടോ, വഴുതനയുടെ. കായ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കുമ്പളമാണ്. കുമ്പളമുണ്ട് ഇതിൽ, പിന്നെ ചൊരക്കയുണ്ട്. അപ്പോൾ അതിങ്ങനെ ആയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് പപ്പായയുടെ ചെടിയാണ്, ഇത്രയായിട്ടുണ്ട്. ചേമ്പിൻ്റെ വിത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടൂലേ, അത് വാങ്ങിയിട്ട് നട്ടതാണ്. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് മാവിൻ്റെ തൈയാണ് കേട്ടോ. പച്ചമുളകിൽ പൂവിട്ടിട്ടുണ്ട്, കായ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ദോഹയിലെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ.
വളരെ കുഞ്ഞു സ്ഥലത്താണ്, വളരെ ചെറിയ സ്ഥലത്താണ് കേട്ടോ ഇതൊക്കെ നട്ടേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം, സമാധാനം. അത് കാണുമ്പോഴും അത് വിളവെടുക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.